അതെൻ്റെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ മോളെ. ഇവിടെ നിങ്ങളുടെ കല്യാണ സമയത്തേ പെയിൻ്റ് അടിച്ചപ്പോഴത്തേക്ക് മോനെടുത്ത് അലമാരയിൽ കൊണ്ടുവച്ചതാണ്. എൻ്റെ അമ്മ ബി എഡ് പഠിച്ചതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞു. ജോലിക്ക് പോവാത്തതാ. ബി എഡ് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ കല്യാണം. ഇവിടുത്തെ അച്ഛന് ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിരുന്നല്ലോ. അപ്പോൾ വലിയ തറവാട്, അച്ഛന് ജോലിയുണ്ട്. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുന്നത്. രണ്ടുപേരും ഒരേ പ്രൊഫഷൻ. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടുത്തെ അച്ഛന് ജോലിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. മരുമക്കൾ ജോലിക്ക് പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിയേണ്ട ഗതികേടില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറയെ ആട്, പശു, അങ്ങനെ ഇതിനെല്ലാം നോക്കുന്ന ഇവിടുത്തെ അച്ഛനും അമ്മയും നിങ്ങളുടെ ഇവിടെ അച്ഛനും കൂടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഡ്യൂട്ടിയും അതൊക്കെ തന്നെ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അടിയൊക്കെ ഉണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവിടുത്തെ അച്ഛൻ്റെ സപ്പോർട്ടോട് കൂടി എങ്ങനെയെങ്കിലും ടീച്ചിങ് എക്സാം പാസ്സായി ജോലിയായി. അപ്പോഴാണ് ഇവിടുത്തെ അച്ഛൻ്റെ സഹോദരിയുണ്ട്. ചേച്ചി അങ്ങ് ഡൽഹിയിലാണ്. അവിടെ ഹസ്ബൻഡിന് അവിടെയാണ് ജോലി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ചേച്ചിക്ക് അവിടെ ജോലിയായി. അപ്പോൾ അവർക്ക് 2 പെൺമക്കളാണ്. അവരെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ഈ ആടിനെയും പശുവിനെയും അതിനെയൊന്നും കൊടുക്കാനും അവർ സമ്മതിക്കില്ല. പിന്നെ എൻ്റെ ജോലി അതൊക്കെ തന്നെയായിരുന്നു. കിട്ടിയ ജോലിക്ക് പോകാൻ പറ്റിയില്ല. ആടിനെയും പശുവിനെയൊക്കെ നോക്കി അങ്ങനെ പോയി. പിന്നെ മോനായി. പിന്നെ ഇവിടെ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ 3 പേരുമായി, ആടും പശു. പിന്നെ എനിക്കങ്ങ് തീരെ കൊതിയാകുമ്പോഴത്തേക്കും പഠിപ്പിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ തീരെ കൊതി തോന്നുമ്പോഴത്തേക്കും ഞാൻ തൊഴുത്തിൽ പോയ ആടിനെയും പശുവിനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു ബുക്കൊക്കെ കൊണ്ട്. അങ്ങനെ അങ്ങ് പോയി. വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ തോന്നുമ്പോഴത്തേക്ക് വിഷമം വരും. സ്വന്തമായിട്ട് 4 കാശുണ്ടാക്കുന്നതിൻ്റെ സുഖം വേറെ അല്ലേ മോളെ. അതുകൊണ്ട് ഞാൻ ഇവിടെ മോൻ്റെ എപ്പോഴും പറയുമായിരുന്നു, നീ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ജോലിയുള്ളൊരു പെണ്ണിനെ തന്നെ കെട്ടണമെന്ന്. എനിക്ക് ജോലിക്ക് പോകാനും 10 കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാലും എന്തൊക്കെയോ ചില നഷ്ടങ്ങൾ ഉണ്ട്.